ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. മോഹൻ ബഗാൻ ഡേ ഇന്നാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും മോഹൻ ബഗാന്റെ സ്ഥാപക ദിനം വളരെ ആഘോഷപൂർവ്വം അവർ മോഹൻ ബഗാൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഏതായാലും ഇത്തവണ ഏറെ സവിശേഷതകളായിട്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും ഈസ്റ്റ് ബംഗാളും തങ്ങളുടെ സമ്മാനങ്ങളും ആശംസകളും മോഹൻ ബഗാൻ ഡേയിൽ മോഹൻ ബഗാൻ ക്ലബ്ബിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും പങ്കെടുത്തു. ഇപ്പം ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള മനോജ് തിവാരിയും സൗരവ് ഗാംഗുലിയും പങ്കെടുത്തു. പിന്നെ ബംഗാൾ രാഷ്ട്രീയത്തിലെ പ്രമുഖരെല്ലാവരും തന്നെ പങ്കെടുത്ത ചടങ്ങ് തന്നെയായിരുന്നു മോഹൻ ബഗാൻ ഡേ. മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിക്കറ്റേഴ്സ്, ഫുട്ബോളേഴ്സ്, ഹോക്കി പ്ലേയേഴ്സ് അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു നടന്നത്. പിന്നെ അതിനകത്ത് വെച്ചിട്ട് ഏറ്റവും മികച്ച യുവതാരമായിട്ട് അവർ ദീപേന്ദു വിശ്വാസിന് അവാർഡ് കൊടുത്തു. ദീപേന്ദ്ര വിശ്വാസ് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ ഒരു സീച്ചിൻ മ്യൂസിക് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും വളർന്നു വരുന്ന ഒരു നായകനായിട്ട് തന്നെയാണ് അവർ വിശ്വാസിനെ കണക്കാക്കുന്നത്. പുള്ളി ഡിഫൻസീവ് യൂണിറ്റിൽ വളർന്നു വരുന്ന ഒരു ടാലൻറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവർ ISL ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധികളെ കൺസിഡർ ചെയ്യാതെ തങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് മോഹൻ ബഗാൻ ആയാലും ഈസ്റ്റ് ബംഗാൾ ആയാലും മുംബൈ സിറ്റി ആയാലും അത്തരത്തിലുള്ള കുറച്ച് ഫ്രാഞ്ചൈസികൾ മറ്റേ 8 ക്ലബ്ബുകൾ സൈൻ ചെയ്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ കൊടുത്തുള്ളൂ. അതിനകത്ത് സിഗ്നറ്ററീസ് ഒന്നും അല്ല മുംബൈ സിറ്റിയും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അവരവരുടെ ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നാലെ സാവധാനം ശരിയാവുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ മറ്റ് ക്ലബ്ബുകൾ തങ്ങളുടെ സാമ്പത്തിക പരാധീനതകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താവും എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും മോഹൻ ബഗാൻ ഡേ വളരെ ആഘോഷപൂർവ്വം തന്നെ ആചരിക്കപ്പെട്ടു. ആചരിക്കപ്പെട്ടു എന്നല്ല, ആഘോഷിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ലേ ഗ്രാമാറ്റിക്കലി കറക്റ്റ്.